പെരുവനം ശ്രീ മഹാദേവ ക്ഷേത്രം. ഓം നമഃ ശിവായ. ശിവമാർഗം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് 108 ശിവാലയങ്ങളിൽ ഉൾപ്പെട്ട തൃശ്ശൂർ ജില്ലയിലെ പെരുവനം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. അതിമനോഹരമായ ഒരു ക്ഷേത്ര മതിൽക്കകമാണ് നമ്മളിവിടെ കാണുന്നത്. വലിയ പ്രദക്ഷിണ വരിയും ഉയരം കൂടിയ ശ്രീകോവിലും നിറയെ മരങ്ങളും അതിമനോഹരമാണ് ഈ കാഴ്ചകൾ. തൃശ്ശൂരിൽ നിന്നും 12 കിലോമീറ്റർ തെക്കുഭാഗത്ത് ചേർപ്പിൽ പെരുവനം ക്ഷേത്രം ശോഭിക്കുന്നു. പരശുരാമൻ 64 ഗ്രാമങ്ങളായി രാജ്യത്തെ തരംതിരിച്ച കഥ പ്രസിദ്ധമാണല്ലോ. അതിൽ പെരുവനം ഗ്രാമം പെരുവനം ക്ഷേത്രം കേന്ദ്രമായി ഉജ്ജ്വലമായ ഭരണം കാഴ്ചവെച്ചു. ഇരട്ടയപ്പനാണ് മുഖ്യപ്രതിഷ്ഠ. പീഠത്തിൽ വലിയ ശിവലിംഗം, തൊട്ടടുത്ത് ചെറിയത് മറ്റൊന്നും. ശ്രീകോവിൽ ചെമ്പുമേൽ പണി നടക്കുന്നു. ഇപ്പോൾ ഓലമേഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്നു. പത്തേക്കറിൽ കുറയാത്ത വിസ്തീർണമുള്ള മതിൽക്കകം മതിൽ കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു. കിഴക്കൊഴിച്ച് 3 ദിക്കിലും ഗോപുരങ്ങളുണ്ട്. കിഴക്കുഭാഗത്ത് ഗോപുരത്തറയുണ്ട്. ഗോപുരം അഗ്നിക്കിരയായപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു. തെക്കുവശത്ത് 100ഓളം അടി ഉയരത്തിൽ ചെമ്പുമേഞ്ഞ ശ്രീകോവിലിൽ മാടത്തിലപ്പൻ, ഇരട്ടയപ്പന്റെ പുറകിൽ കിഴക്കേ നടയിൽ ശ്രീപാർവതിയുണ്ട്. 4 അടി ഉയരമുള്ള ദാരുവിഗ്രഹം. ക്ഷേത്രത്തിൽ കൊടിമരമില്ല. പെരുവനം പൂരം പ്രസിദ്ധമാണെങ്കിലും യഥാർത്ഥത്തിൽ പെരുവനത്തപ്പന്റെ ഉത്സവമല്ല. ഭഗവാനെ വണങ്ങുവാൻ ഗ്രാമത്തിലെ ദേവീദേവന്മാർ എത്തുന്ന ചടങ്ങു മാത്രമാണ്. പണ്ട് 28 ദിവസത്തെ ഉത്സവം ഉണ്ടായിരുന്നു അത്രേ. ക്ഷേത്ര ഐതിഹ്യങ്ങളെക്കുറിച്ച് പെരുവനം ക്ഷേത്രത്തിലെ കഴകക്കാരൻ ശ്രീ രാംകുമാർ പിഷാരോടി സംസാരിക്കുന്നു. പെരുവനത്തിന്റെ കഥ എന്ന് പറഞ്ഞാൽ പെരുവനം ഈ അമ്പലത്തിന് 1500 കൊല്ലത്തിലധികം വർഷത്തെ പഴക്കണ്ടെന്നാണ് പറയുന്നത്. പൂരുമാർഷി തപസ് ചെയ്യുന്ന സ്ഥലമാണത്. അതാണ് പൂരുവനം. അത് പിന്നീട് പെരുവനായി മാറിയതാണ്. പൂരുമാർഷിയുടെ പ്രതിഷ്ഠയ്ക്കൻ്റെ ഉള്ളിൽ ഈ മുകളിലെ മാടത്തിലപ്പൻ, ഇരട്ടയപ്പൻ, മാടത്തിലപ്പൻ 2 പ്രതിഷ്ഠയാണ്. ഇരട്ടയപ്പൻ സ്വയംഭുവാണ്. ശിവനും പാർവതിയും അല്ലെങ്കിൽ അർദ്ധനാരീശ്വരം എന്ന് പലരും പറയുന്നുണ്ട്. 2 ലിംഗം അതിൻ്റെ ഉള്ളിൽ. പിന്നെ മാടത്തിലപ്പൻ എന്നുള്ള പൂരുമാർഷി ഇവിടെ വന്നപ്പോൾ അങ്ങൊരു ബദരിനാഥിന് ഒരു ലിംഗം കൊണ്ടുവന്നിരുന്നു. ഇവിടെ വന്നപ്പോൾ അങ്ങോട്ട് മൂത്രശങ്ക തോന്നിയിട്ട് ഇവിടെ നിന്ന് 100 മീറ്റർ അപ്പുറം ഒരു കുളം ഉണ്ടാക്കി. തോണ്ടുകുളം തോണ്ടിയപ്പോൾ കുളം വന്നു. വെള്ളം വന്ന് അത് കൊള്ളായി. ആ കുളത്തിന് തോണ്ടുകുളം എന്നാ പറയാ. ആ തോണ്ടുകുളം
ഇപ്പോഴും ഉണ്ട്. അവിടെ വന്നപ്പോഴേക്കും അത് ആ ലിംഗം എടുക്കാൻ പറ്റാണ്ടേ. ഓ അപ്പൊ അതിന്റെ മുകളിൽ അതത്ര ഹൈറ്റില് എനിക്കൊന്ന് ഇന്ത്യയിലെ എവിടെയും ഇത്ര ഹൈറ്റിൽ ശ്രീകോവിലില്ല. ഗോപുരങ്ങളുണ്ട്, മധുര അല്ലെങ്കിൽ മറ്റേ രാമേശ്വരം ഹൈറ്റിലുള്ള ഗോപുരങ്ങളുണ്ട്. പക്ഷെ അമ്പലം ശ്രീകോവിൽ ഇത്ര ഹൈറ്റില് ഇവിടെ മാത്രമേ ഉള്ളൂ എന്റെ അറിവിലും. പിന്നെ എനിക്കൊന്നും ഇല്ല എന്ന് പറയാം, ആസ് ഗുഡ് ആസ് നിൽ എന്ന് പറയാം. അതാണ് ഇത്ര വിവരം കാണുന്നത്. അവിടെയാണ് പ്രതിഷ്ഠിച്ചത്. എല്ലാം എന്താ പറയാ മരത്തിന്റെ ഒരു കൂവള മരത്തിന്റെ മുകളിൽ നിന്നാണ് അവിടെ വെച്ചപ്പോ ഉറച്ചു പോയി. അവിടെ പ്രതിഷ്ഠിച്ചു. ഏകദേശം ലിംഗം ഇവിടെ തഞ്ചാവൂര് ഒരു ശിവലിംഗല്ലേ, ഏകദേശം ഹൈറ്റുള്ള ലിംഗാണത്. പ്രധാനമായിട്ട് ഇവിടെ മേളക്കാരാണ്. മേളം പിന്നെ പഞ്ചവാദ്യത്തിന്റെ ആൾക്കാരെ കൃത്യമല്ല. അതൊക്കെയാണ് പെരുവണത്തിന്റെ പ്രത്യേകതയും പ്രസിദ്ധിയും. പെരുവണം കുട്ടന്മാരാര്, പെരുവണം സതീശന്മാരാര്, ഇതൊക്കെയാണ്.